കൊല്ലം പത്തനാപുരത്ത് പോലീസിന് നേരെ പരാക്രമം. അൽസേഷ്യൻ നായുമായി എത്തിയ സജീവ് എന്നയാളാണ് ആക്രമണം നടത്തിയത്. ക്ഷേത്രത്തിൽ നായുമായി എത്തിയ ഇയാൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. തടയാനെത്തിയ പോലീസ് വാഹനത്തിന് നേരെയും ആക്രമണം നടത്തി. ഓഫ് റോഡ് വാഹനം ഉപയോഗിച്ച് പോലീസ് ജീപ്പ് ഇടിച്ചു നശിപ്പിച്ചു. ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരുക്കേറ്റു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ദിവസം അർദ്ധരാത്രി 12 മണിക്ക് ശേഷമായിരുന്നു പിടവൂർ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മൈതാനിയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം പോലീസിന് നേരെ നടന്നത്. അതായത് ആ അമ്പലവുമായി ബന്ധപ്പെട്ട അമ്പല കമ്മിറ്റിയിലെ ചിലരുമായി ഇയാൾക്ക്, അതായത് സജീവിന് പ്രശ്നമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അവിടുത്തെ പാചകപ്പുരയിലേക്ക് ഈ വളർത്തുനായയുമായി എത്തി, അൽസേഷ്യൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായയും എത്തിയത് അവിടെ ചെറിയ രീതിയിലുള്ള സംസാരവും വാക്കുതർക്കവും ഒക്കെ ഉണ്ടായി. ഇതിനെ തുടർന്നാണ് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇയാളെ തടയാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ഓഫ് റോഡ് വാഹനം, അതായത് ജീപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിനെ തന്നെ ഇടിച്ചു മറിക്കാനൊരു ശ്രമം നടത്തിയത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് 3 തവണയാണ് ആ വാഹനം പിന്നോട്ടെടുത്തതിനു ശേഷം പോലീസ് വാഹനം ഇടിച്ചു മറിക്കാൻ ശ്രമം നടത്തിയത്. ഇതിൽ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പോലീസ് ജീപ്പിനകത്തുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അനീഷിന് പരിക്കേറ്റിട്ടുണ്ട്. മറ്റൊരു പോലീസുകാരനും നിസ്സാര പരിക്കേറ്റു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇയാൾക്കെതിരെ വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനും പത്തനാപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രതി അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മാറി നിന്ന ആളുകളാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. മുൻപ്, അതായത് വർഷങ്ങൾക്ക് മുൻപ് ഈ ടിപ്പറിൽ അനധികൃതമായി മണ്ണ് കടത്തിയത് പിടികൂടാനെത്തിയ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണ് തട്ടിയിട്ട് രക്ഷപ്പെട്ട കേസിലും ഇയാൾ പ്രതിയാണ് എന്നുള്ള ഒരു വിവരമാണ് പോലീസ് നൽകുന്നത്. എന്തായാലും ഇയാളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷ.